لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ഇത്രയും പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഈ ദീനി വേണ്ടിയിട്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായതുപോലെ റബീഉൽ ആഖിർ എന്ന് പറഞ്ഞാൽ മഹാനായ ഖുത്ബുൽ ഖുത്താബ് സുൽത്താനുൽ ഔലിയാ الشيخ السيد محي الدين عبد القادر الجيلاني قدس الله سره العزيز മഹാനവരുടെ ആണ്ടുമാസമാണ്. എന്റെ ലോകത്തെമ്പാടും ഔലിയാക്കന്മാരെ അനുസ്മരിക്കുന്നത്, ഔലിയാക്കന്മാർക്ക് വേണ്ടി ഇതുപോലെയുള്ള സദസ്സുകൾ ഒത്തുകൂടുന്നത്, എന്തേ അവരുടെ ആണ്ടുകൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനൊരൊറ്റ മറുപടിയുള്ളൂ: അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്, അള്ളാഹു അവരിലും അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടവരാണ്. ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കും. അതുപോലെയാണ് ഒരു ആള് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിന് വേണ്ട രൂപത്തിൽ അല്ലാഹ് എന്താണോ പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് എന്താകുന്നത്, ഒരു മുഅ്മിനായി എന്നുള്ള സ്ഥിതിയിലേക്ക് അവൻ വരുന്നത്. അപ്പോ ആ ഒരു കോലത്തിലേക്ക്, രൂപത്തിലേക്ക് മഹാനായ ഒരു മനുഷ്യനെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താകും? അവന്റെ കൈ അത് ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ ചെവി ഞാനാകും, അവന്റെ കാഴ്ച ഞാനാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ അഗ്രഗണ്യന്മാരാണ് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുമാണ്. അവരിലാരെ നോക്കിയാലും ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആകട്ടെ, ഇവരെല്ലാം അല്ലാഹുവിലേക്ക് അടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിൽ ചെലവഴിക്കാൻ പറ്റി. അങ്ങനെ ആയപ്പോ, അല്ലാഹ് പറഞ്ഞത് ചെയ്തപ്പോ, അല്ലാഹ് ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിച്ചപ്പോ അവർക്ക് കിട്ടിയതെന്താണ്? മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട്, മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഖുത്ബ ഓതുമ്പോ അവിടുത്തെ ഇടവായിൽ നിന്ന് വരികയാണ്: യാ സയ്യാ അൽ ജബൽ അൽ ജബൽ, പർവ്വതത്തിനെ സൂക്ഷിക്ക്, പർവ്വതത്തിനെ നോക്ക്, എവിടെയാണ് നിൽക്കുന്നത്? അതാ മഹാനായ ഖുത്ബുൽ ഖുത്താബ് ഗൗസുൽ ആസം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ഈ കറാമത്തിന്റെ വിഷയത്തിൽ മഹാനായ ഗൗസുൽ ആസം തങ്ങളുടെ കറാമത്തിനെ നിഷേധിക്കാൻ പറ്റാത്ത വിധം സ്ഥിരപ്പെട്ട സംഗതിയാ. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഗൗസുൽ ആസം തങ്ങൾ. ക്ലാസ് എടുക്കുന്ന സമയത്ത് മഹാനവറുകളുടെ മെതുകടി, രണ്ട് ചെരുപ്പ് അതാ അവിടുന്ന് വലിച്ചു ദൂരത്തേക്ക് എറിഞ്ഞു. ശിഷ്യന്മാരാകെ അമ്പരന്നു. എന്തേ കാണിക്കുന്നത്? ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ഉസ്താദ് ഇൽമിന്റെ മജ്ലിസിലല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് തങ്ങൾ അങ്ങനെ ചെയ്തത്. അതാ കുറെ നാളുകൾക്ക് ശേഷം അതാ ആ രണ്ട് ചെരുപ്പടിയും കൊണ്ട്
ആ രണ്ട് ചെരുപ്പും കണ്ടതാ വരുന്നു. ഇലാ ഹദറത്തി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, മഹാനായ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഉസ്താദേ, ഇത് ഉസ്താദിന്റെ ചെരുപ്പാണ്. അപ്പൊ ശിഷ്യന്മാർ ഈ കൊണ്ടുവന്നയാളോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ചെരുപ്പ് കിട്ടിയത്? ഇതെന്റെ ഉസ്താദ് ഉപയോഗിച്ച ചെരുപ്പാണല്ലോ. അപ്പൊ അവര് പറയാണ്, അതാ ഞങ്ങളൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴതാ രണ്ട് കൊള്ളക്കാർ ഞങ്ങളേതാ പിടികൂടി ഞങ്ങളുടെ കൈവശമുള്ള സ്വത്തും പൈസയുമെല്ലാം അതാ എടുത്തുകൊണ്ട് പോവാൻ നിൽക്കുകയാണ്. അവര് ഞങ്ങളെ കൊല ചെയ്യാൻ പോവുകയാണ്. അപ്പോഴതാ ഞാനതാ അവിടുന്ന് നേരത്തെയാക്കി, യാ റബ്ബ്, അല്ലാഹുവേ, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകൾക്ക് ഞാനൊരു ഹദിയ കൊടുത്തേക്കാം. മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേ കഥാ മഹാനായ ഗൗസുൽ അഅ്സം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളിലേക്ക് മഹാനായ ഗൗസുൽ അഅ്സം ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പുണ്ടല്ലോ, അതതാ ആകാശത്ത് നിന്നോ അന്തരീക്ഷത്തിൽ നിന്നോ ആ രണ്ട് കള്ളന്മാരെ അടിച്ച് കൊന്നു കളഞ്ഞു. ഇത് ഏതെങ്കിലും ബാലരമ വായിച്ച കഥയല്ല പറയുന്നത്. മഹാനായ ഗൗസുൽ അഅ്സം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ചരിത്രത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതാണ്. മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാരായ ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടതായ ആബിദീങ്ങൾ, അവർക്ക് അല്ലാഹു തആല അവരെ കൊണ്ട് അതാ നമ്മുടെ വിഷയങ്ങൾക്ക് വലിയ പരിഹാരം നൽകുന്നതാണ്. യാതൊരു വിധത്തിലുള്ള സംശയവും അതിൽ ഇല്ല. ഖുർആൻ കൊണ്ട് പറയുകയാണെങ്കിൽ വബ്തഊ ഇലൈഹിൽ വസീല, ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താണ്? നിങ്ങൾ എന്നിലേക്ക് അടയാളന്മാരെ, നിങ്ങൾ എന്നിലേക്ക് എന്റെ വസീലയായിട്ട് എന്നിലേക്ക് ആളെ കൊണ്ടുവരൂ, എന്നിലേക്ക് അവരെ കൊണ്ട് ചോദിച്ചോളൂ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. ഗൗസുൽ അഅ്സം ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രമല്ല, മഹാനവറുകൾ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പോയതിന്റെ കാരണം, എല്ലാ ഔലിയാക്കന്മാരുടെയും മേലെ എത്തിപ്പോയതിന്റെ കാരണം, എല്ലാ അഖ്താബീങ്ങളുടെയും മേലെ എത്തിപ്പോയതിന്റെ കാരണങ്ങൾ പലതുണ്ടെങ്കിലോ അതിൽ ഒന്ന് മഹാനവറുകളുടെ അദബാണ്, ആളുകളോട് കാണിക്കുന്ന മര്യാദയാണ്. പ്രിയപ്പെട്ടവരെ, അറിയോ നിങ്ങൾക്ക്, മഹാനായ ഗൗസുൽ അഅ്സം തങ്ങൾ മുതഅല്ലിമാണ്, ഇൽമ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോഴതാ മഹാനവറുകൾക്കൊരു പതിവുണ്ട്, നാട്ടില് അതാ ഏതെങ്കിലും വലിയുണ്ട് എന്ന് അറിഞ്ഞാൽ അവിടത്തേക്ക് പോയി അതാ അവരെ കാണാൻ പോകുന്ന പതിവുണ്ട്. മഹാനായ ഗൗസുൽ അഅ്സം തങ്ങളതാ മുതഅല്ലിമായപ്പോ കൂടെ രണ്ട് മുതഅല്ലിമീങ്ങളുണ്ട്. ആരാണ്? ഒന്നാമത്തത് ഇബ്നു സഖയാണ്, രണ്ടാമത്തത് അബൂ അബ്ദില്ലാഹ് ഇബ്നു അബീ ഇശ്റൂൻ എന്നയാളാണ്. മൂന്ന് പേരും കൂടി ഒരു വലിയനെ കാണാൻ പോയി. ആ വലിയന്റെ പേരെന്താണ്?
ശൈഖുൽ ഹമദാനി റളിയല്ലാഹു അൻഹു. ആ വലിയുടെ പ്രത്യേകത എന്താണ്? മഹാനവറുകളെ പെട്ടെന്നൊന്നും ആർക്കും കണ്ടെത്താൻ പറ്റൂല. കാരണം ഗൗസ് എന്ന മർത്തബയിലുള്ളയാളാണ്. ഇവരിങ്ങനെ 3 പേരും കൂടി വഴിയിലൂടെ നടന്നു പോകുമ്പോ കൂട്ടത്തിലെ ഏറ്റവും വലിയ അഗ്രഗണ്യനാണ് ഇബ്നു സഖ. വലിയ നിലക്ക് ബുദ്ധിയുള്ളയാളാണ് ഇബ്നു സഖ. ഈ ഇബ്നു സഖ പറഞ്ഞു, ഞാനതാ ആ വലിയന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കും, ആ വലിയനെ ഞാൻ ചോദ്യം ചോദിക്കും മുട്ടിക്കോ, ആ വലിയ ആ ചോദ്യത്തിന് ഉത്തരം പറയൂല എന്ന് പറഞ്ഞപ്പോ മഹാനായ രണ്ടാമത്തെ ആള് പറഞ്ഞു, ആരാണ്? അബൂ അബ്ദില്ലാഹ് ഇബ്നു അബീ ശുറൂൻ. ഇയാള് പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിക്കും, പക്ഷേ ആ ചോദ്യം ചോദിക്കുമ്പോ അദ്ദേഹം ഉത്തരം എന്താണ് അതിന് പറയുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കും. മൂന്നാമത്തെ ആളാരാണ്? മഹാനായ അബ്ദുൽ ഖാദിറാണ്. ശൈഖ് മുഹീദ്ദീൻ അന്നത്തെ അബ്ദുൽ ഖാദിറാണ്. മഹാൻ പറഞ്ഞു, മഅദല്ലാഹ്, എനിക്കൊരു ചോദ്യവും ചോദിക്കണ്ട, എനിക്കൊരു ഉത്തരവും അറിയണ്ട. എനിക്കാകെ വേണ്ടത് മഹാനവറുകളെ കണ്ട് അവിടുത്തെ കൊണ്ടൊന്ന് ദ്വാരപ്പിക്ക്, അവിടുത്തെ കൊണ്ട് എനിക്ക് ബർക്കത്തെടുത്താൽ മതി, അല്ലാതെ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും എനിക്കറിയണ്ട. അങ്ങനെ അതാ ഈ ഗൗസിന്റെ അടുത്തേക്ക്, ശൈഖുൽ ഹമദാനി തങ്ങളുടെ അടുത്തേക്ക് ഇവര് 3 പേര് വന്ന് വരികയാണ്. ആദ്യമായിട്ട് ഇബ്നു സഖയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ ഗൗസ് പറയുന്നത് എന്താണെന്നറിയോ? ഇബ്നു സഖ, നീ അതാ ഒരു ചോദ്യം ചോദിച്ച് എന്നെ ഉത്തരം മുട്ടിക്കാമെന്നതല്ലേ? നിന്റെ ചോദ്യം ഇന്നാണ്, അതിന്റെ ഉത്തരം പിടിച്ചോ. ചോദ്യവും ഉത്തരവും അവര് തന്നെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഒരൊറ്റ കാരണം കൊണ്ട് നീ അതാ നിന്റെ മുഖത്ത് കുഫറിന്റെ തീനാളം ഞാൻ കാണുകയാണ്. നീ കാഫിറായിട്ട് ചത്തുപോകുമെന്ന്, അതാ ഈമാനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് നീ തെറിച്ചു പോകുന്നതാണ്. രണ്ടാമത്തെ ആളാരാണ്? അബൂ അബ്ദില്ലാഹ് ഇബ്നു അബീ ശുറൂൻ എന്നവരാണ്. അവരെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച ചോദ്യം ഇന്നാ, ഉത്തരം പിടിച്ചോളൂ, നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യം ഇതാണ്. എന്നിട്ട് പറഞ്ഞു, ഓ അബൂ അബ്ദില്ലാഹ്, നിങ്ങളതാ ഈ ഒരു അദബ് കേടുകൊണ്ട്, ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നത് കൊണ്ട്, അതാ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങളതാ ദുനിയാവ് നിങ്ങളെ പിന്നാലെ കൂടും, സമ്പത്ത് കൊണ്ട് നിങ്ങൾ അധികരിക്കൂ, സമ്പത്തിന്റെ പിന്നാലെ നിങ്ങൾ ഓടുന്നതാണ്, ആഖിറത്തിനെ മറക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ദുനിയാവുമായിട്ട് ശുഹരാകും. മൂന്നാമത്തെ ആള് അബ്ദുൽ ഖാദിറാണ്. ഈ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് പറഞ്ഞു, എന്തേ പറഞ്ഞത്? മോനെ അബ്ദുൽ ഖാദിറേ, മോന്റെ അദബ് കൊണ്ട് മോൻ വലിയ സ്ഥാനമാണ് വാങ്ങിയത്. മോനതാ ബഗ്ദാദിൽ വെച്ചിട്ട് അതാ കാലങ്ങൾക്ക് ശേഷം മോൻ അവിടുന്ന് പ്രഖ്യാപിക്കും. എന്താ പ്രഖ്യാപിക്കുന്നത്? എല്ലാ ഔലിയാക്കന്മാരുടെയും പെടലി തല എനിക്ക് താഴ്ത്തി തന്നിട്ടുണ്ട്, ഞാൻ എല്ലാ ഔലിയാക്കന്മാരുടെയും മേലെയാണ്. പക്ഷേ അന്ന് മോൻ ഇത് പ്രഖ്യാപിക്കുമ്പോ ഞാൻ അവിടെ ഹയാത്തിലുണ്ടാവൂല, ഞാൻ മരണപ്പെട്ട് ഖബറിലായിരിക്കൂ. അങ്ങനെ വലിയ സ്ഥാനം വാങ്ങിച്ചു. അതാ വർഷങ്ങൾ കഴിഞ്ഞ് ഇബ്നു സഖ വലിയ പണ്ഡിതനായി. ഇബ്നു സഖ പണ്ഡിതനായപ്പോ അതാ ചോദ്യം ചോദിച്ച് പല ആളുകളെയും മുട്ടുകുത്തിക്കുന്നതിൽ വലിയ അഗ്രഗണ്യനായപ്പോ അതാ വലിയ വലിയ ജൂതന്മാരുടെ പേടി സ്വപ്നമായി. അങ്ങനെ അതാ ഇബ്നു സഖ ഒരു രാജ്യത്തേക്ക് ചെന്നു. ഏത് രാജ്യമാ? റോമിലേക്ക് ചെന്നിട്ടതാ അവിടെയുള്ള ക്രിസ്ത്യാനികളെ, അതാ അവരുടെ റോമന്മാരെ ഭരണാധികാരികളെ മുട്ടുകുത്തിക്കാൻ തുടങ്ങിയപ്പോ
അതിലതാ റോമൻ ഭരണാധികാരിയുടെ മോള് അതാ പറഞ്ഞു, ആ പണ്ഡിതനെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ പണ്ഡിതൻ വാങ്ങു പറയുമ്പോ ആ പെണ്ണടുത്ത് പോയിട്ടങ്ങ് നിന്നു. ഈ പെണ്ണിനെ കണ്ടപ്പോ ഇബ്നു സഖ്ഖക്ക് വലിയ ആഗ്രഹം തോന്നി. ഇബ്നു സഖ്ഖ ഈ രാജാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ? കെട്ടിച്ചു തരാലോ, അതിനൊരു തടസ്സവും ഇല്ല. പക്ഷേ നീ മുസ്ലിം ആണെങ്കിൽ കെട്ടിച്ചു തരാൻ പറ്റൂല. അങ്ങനെ അതാ ഈ ഇബ്നു സഖ്ഖ വിചാരിച്ചു, അല്ല ഇപ്പൊ ഒന്ന് കാഫിറായിട്ട് പിന്നെ മുസ്ലിം ആവാലോ എന്ന് വിചാരിച്ചപ്പോ അങ്ങനെ അയാൾ കാഫിറാകുന്നു. അവസാനം അയാൾ കാഫിറായിട്ട് ചത്തുപോയി. രണ്ടാമത്തെ ആള് അബു അബ്ദുല്ലാഹ് ബിൻ അബീ ശുറൂനാണ്. ഇയാളോ ഇൽമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ദുനിയാവുമായിട്ടങ്ങ് ശുഹരായി. മൂന്നാമത്തെ ആളോ അതാ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോ 40 നൂറ്റാണ്ടോളം വഅദ് പറഞ്ഞോവർ, നന്നായി 90 കാലം ജീവിച്ചോവർ. 90-നടുത്ത് പ്രായമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ്. അതാ ഞാനിപ്പോ എന്റെ തെളിവ് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഉപ്പവൈ മാത്രമാണ് തങ്ങളായത്. പക്ഷേ തങ്ങൾ അങ്ങനെയല്ല. ഉമ്മവൈ നോക്കിയാൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കും ഉപ്പവൈ നോക്കിയാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കും എത്തുന്ന നല്ലൊരു മോനാണ്. പ്രിയപ്പെട്ടവരെ, തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പറ്റുക? മഹാനവറുകളെ തവസ്സിലാക്കി അതാ എന്ത് കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാലും നമുക്ക് അല്ലാഹു തആല തരുന്നതാണ്. കാരണം എന്തേ? എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂടുതൽ പറഞ്ഞിട്ട് ഞാൻ നീട്ടുന്നില്ല. ഈ മജ്‌ലിസ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും ഇതിവിടെ നടത്തേണ്ടതാണ്. ഒന്നും ഇവർ കണ്ടിട്ടല്ല നടത്തുന്നത്. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തി അതാ മഹാന്മാരായ ഔലിയാക്കന്മാരെ മുൻനിർത്തി അതാ അവർ നടത്തുന്നതാണ്. ഇവിടെ അതാ നിങ്ങളോട് സഹായം ചോദിക്കുമ്പോ, സാമ്പത്തികം ചോദിക്കുമ്പോ, ആട് ചോദിക്കുമ്പോ, മാംസം ചോദിക്കുമ്പോ നിങ്ങൾ വിചാരിച്ചു പോകണ്ട, ഞങ്ങളെ കൊണ്ടല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് തോന്നിപ്പോവരുത്. കാരണം എന്താണ്? അല്ലാഹു പൊരുത്തപ്പെട്ടവർക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്ന പൈസ ചെലവഴിക്കാൻ പറ്റൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നമുക്ക് പരിപാടി ഇവിടെ നടക്കേണ്ടതുണ്ട്. ഈ വർഷത്തേക്കാൾ വിപുലമാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ബക്കറ്റ് എത്തും. അതിലേക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അതിലേക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുക. അടുത്ത വർഷം നമുക്ക് ഈ പരിപാടി ഇതിനേക്കാൾ വിപുലമായിട്ട്